രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ദൈവത്തെ നമുക്ക് വേണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പാ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് നമ്മൾ ദാഹത്തോടെ ദൈവസന്നിധി ഇരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെ? ഇതുവരെ നമ്മൾ എന്താണ് അവിടെ എങ്ങനെയാണ് പറഞ്ഞത്? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തി ഉണ്ട്, പക്ഷെ ആ ശക്തിയിൽ എനിക്കിപ്പോ ഓടിയാ പോരാ. എനിക്ക് എന്ത് വേണം? ഒരു പുതുക്കപ്പെട്ട ശക്തി എനിക്ക് വേണം, അല്ലെ? മുമ്പോട്ട് ഓടണമെങ്കിൽ ഈ പിച്ചാത്തി നമ്മൾ ഉപയോഗിച്ച് വരുമ്പോ ഇത് എന്ത് ചെയ്യും? മൂർച്ചയും കുറയും. പിന്നെ ഇതുകൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റൂല, അല്ലെ? പിന്നെ കൊണ്ട് ഉരയ്ക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മളിങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ഒരു ബലമല്ല അങ്ങ് കുറയും. അപ്പൊ എവിടെ പോയി? ദൈവത്തിന്റെ സന്നിധി പോയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. എനിക്ക് ഇനിയും ഓടണം. ഈ പഴയ ആ ഒരു ശക്തിയിലല്ല, പുതുശക്തിയിൽ എനിക്ക് എന്ത് ചെയ്യണം? വീണ്ടും ഓടണമെന്ന് നമ്മൾ ദൈവത്തോട് പറയണം. അടുത്ത അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലേ? എല്ലാരും മിക്കവാറും ഇവിടെ പറഞ്ഞു കേട്ടു. കഴുകിന്റെ ഒരു സ്വഭാവമാണ്. അതെന്ത് ചെയ്യും? ഉയരത്തിൽ പറക്കും. കഴുകൻ എങ്ങനെ പറക്കുന്ന? കാക്കയെ പോലെ താഴെ കൂടെ പറക്കത്തില്ല, മറ്റു പക്ഷികളെ പോലെ ആ ലെവലിൽ പറക്കത്തില്ല. ഇവൻ എങ്ങനെ പറയും? ഉയരത്തിൽ പറക്കും. ഞാൻ ചോദിക്കട്ടെ, ഉയരത്തിൽ പറക്കണം എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉയരത്തിൽ പറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് കാത്തിരിക്കണം. അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഉയരത്തിൽ പറക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ചിന്ത ഉയരത്തിലെ ചിന്തകളാവണം. മനസ്സിലാവുന്നോ? നമ്മുടെ ഈ ഭൂമിയിലെ ചിന്തകളോ ഭൂമിയുടെ കാര്യങ്ങളോ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഉയർത്തി പറക്കാനായിട്ട് പറ്റത്തില്ല. അത് നമ്മളെ ലോകത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? വലിച്ചുകൊണ്ടിട്ടേക്കേ ഉള്ളത്, അല്ലെ? നമ്മളിങ്ങനെ പറക്കാൻ തുടങ്ങും. അപ്പൊ എവിടെ എന്ത് ചെയ്യും? കഴുകൻ എപ്പോഴും നേരെ എന്ത് ചെയ്യുന്ന? ഭൂമിയിൽ ഇങ്ങനെ നോക്കി ആള് പറക്കുന്ന ലക്ഷ്യം താഴെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന? അതിന് മുകളിൽ പറക്കാൻ പറ്റില്ല. അത് മോളിൽ പറന്നിട്ട് നേരെ എന്ത് ചെയ്യുക? താഴോട്ട് നോക്കും, അല്ലെ? നിങ്ങൾ നോക്കേ, ഏറ്റവും മോളിൽ പറന്നിട്ട് ആ കഴുകൻ ഇങ്ങനെ താഴെ നോക്കി, കണ്ടാടാ ഞാൻ എല്ലാവരുടെയും മുകളിൽ പറക്കുന്നാണ്ടാ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഒരു അഹങ്കാരത്തോടെ ഉള്ള ഒരു നോട്ടവും. നമ്മളീ പറന്ന് കയറുന്നതിന് മുമ്പേ നമ്മളെ നോട്ടം എവിടെയാണ്? താഴെയാണ്. താഴെ നോക്കുമ്പോ എന്താണ്? അയ്യോ, ഇങ്ങനെ പോയാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നമ്മളെ ഈ ഭൂമിയിലോട്ട്, ആ ലോകത്തിന്റെ ചിന്തയിലോട്ട് നമ്മളെ എന്ത് ചെയ്ത് തിരികെ വലിച്ചോണ്ട് പോവുകയാണ്. കഴുകനെ പോലെ എനിക്ക് ചിറകടിച്ചു കയറണമപ്പ, കഴുകനെ പോലെ എനിക്ക് ഉയരണമപ്പ. എന്റെ ചിന്തകളെ, ഉയരത്തിലെ ചിന്തകളെ എനിക്ക് എന്റെ ജീവിതത്തിൽ, ഞാൻ പറയാം, നമ്മുടെ എപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ആ ചിന്തകളെ ഒന്ന് വിട്ടിട്ട് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് നിന്റെ ഇഷ്ടം, നിന്റെ ആഗ്രഹങ്ങൾ, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്ക്, നമ്മുടെ ലെവല് മാറും, നമ്മുടെ ജീവിതം മാറും. ഓക്കെ, അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പറഞ്ഞാൽ അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും. എല്ലാവരും ഓടും, അല്ലെ? എല്ലാവരും ഓടും. പക്ഷേ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ എങ്ങനെ ഓടും? ആര് മാറി ദൈവത്തിന്റെ ആത്മാവിനായിട്ട് കാത്തിരിക്കുന്നു അവര് തളരാതെ ഓടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നോ? നിങ്ങൾ തളർന്നു പോണുണ്ടോ? തളർന്നു പോണുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മാറിയിരിക്കേണ്ട സമയം ആയി. വണ്ടി തേഞ്ഞു തുടങ്ങിയെന്ന, അല്ലെ? വണ്ടിയുടെ എഞ്ചിനൊക്കെ എന്ത് ചെയ്തിപ്പോ തേഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് എന്ത് ചെയ്യും? വർക്ക്ഷോപ്പിൽ കയറാനായിട്ട് എന്ത് ചെയ്ത്? നിങ്ങൾക്ക് സമയമായി. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവരെന്ത് ചെയ്ത്? തളർന്നു പോകാതെ
ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മൾ എല്ലാവരും നടക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് ആര് ദൈവത്തിനായിട്ട് കാത്തിരിക്കുമോ അവൻ ക്ഷീണിച്ചു പോകാതെ നടക്കും. എത്ര പേര് പറഞ്ഞു, കർത്താവേ ഞാൻ ക്ഷീണിച്ചു പോണപ്പാ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഞാൻ കാണുമ്പോൾ ഞാൻ തളർന്നു പോണേ, എനിക്ക് മുമ്പോട്ട് പറക്കാനായിട്ട് മുമ്പോട്ട് ഉയരാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ക്ഷീണിച്ചു പോണേ എന്ന് പറയുന്നവരെ നിങ്ങൾ അത് പറയുന്നവർ മാത്രം ചെയ്താൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. ഓക്കെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നിങ്ങനെ, ആര് കാത്തിരിക്കുമോ അവരാണ് എന്ത് ചെയ്യുന്നത്? ശക്തിയെ പുതുക്കുന്നത്, അല്ലെ? നമുക്കറിയാം യേശു കർത്താവ് വന്ന് ഇതെല്ലാം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് പറഞ്ഞ് അവരെന്ത് ചെയ്ത് 120 പേരുടെ ഒരു കൂട്ടം എന്ത് ചെയ്ത് മാളിക മുകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കണം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് കാത്തിരുന്നു. മനസ്സിലാവുന്ന? യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കിട്ടും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂമിയിൽ എല്ലായിടവും നിങ്ങൾ സാക്ഷിയാവും. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ശിഷ്യന്മാരെന്ത് ചെയ്ത്, ഓക്കെ ദൈവം ഇങ്ങനെ യേശു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമുക്ക് ഇവിടുന്ന് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് അവർ മാളിക മുകളിൽ അവർ ഒരുമിച്ച് 120 പേരടങ്ങുന്ന ഒരു കൂട്ടം അവർ ഒരുമിച്ചിരുന്ന് ദൈവമേ അങ്ങ് പറഞ്ഞ ആ വാഗ്ദത്തത്തെ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിച്ചോ. അവിടെ പറയാൻ പെന്തക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവർ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ പറഞ്ഞു പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിട്ട് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവനും എന്ത് ചെയ്ത് നിറച്ചു. എന്നിട്ട് അടുത്ത പറഞ്ഞൊക്കെയാണ്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന്റെ വാഗ്ദത്തം ആദ്യമായിട്ട് അവർ അതുവരെ പരിശുദ്ധാത്മാവ് എന്തില്ല, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല. പക്ഷെ അന്ന് ആ വാഗ്ദത്തത്തിനായിട്ട് അവർ കാത്തിരിക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അതിന്റെ അടയാളം എന്തായിരുന്നു? അവർ അന്യഭാഷയിൽ അല്ല അവർക്ക് അറിഞ്ഞുകൂടാത്ത മറ്റുള്ളവരുടെ ഭാഷയിൽ എന്ത് ചെയ്ത് അവര് സംസാരിക്കാൻ തുടങ്ങി. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ പറഞ്ഞത് എന്ത്, ഇവരുടെ ഭാഷയല്ല പറയുന്നത്, ഇവർ അവിടെ കൂടി നിന്ന് അനേക ആൾക്കാരുടെ ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ ഇവരെന്ത് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, അവരുടെ ഭാഷയിൽ ഇവരെന്ത് ചെയ്തു ദൈവത്തിന്റെ വൻ കാര്യങ്ങളെയാണ് ഇവരെന്ത് ചെയ്തത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അവിടെ നിന്നിട്ട് ഇവിടെ 12-ാമത്തെ അവരെല്ലാവരും ഭ്രമിച്ചു വന്നു. എല്ലാവർക്കും പേടിയായി. കാരണം ഇവർക്ക് ഭാഷ അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ഭാഷ ഇവർക്ക് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവർ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറയുന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് ആശ്ചര്യപ്പെട്ടു, ഭ്രമിച്ചു, ചഞ്ചലിച്ചു, എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ചിലര് പറഞ്ഞു, എന്താണ് ഇവരെന്ത് ചെയ്യണ, വീഞ്ഞു കുടിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്ന, വീഞ്ഞു കുടിച്ച് ഇവരെന്ത് ചെയ്ത് ബോധം പോയി സംസാരിക്കുന്നവരാണെന്ന് ചിലർ ഇവരെ എന്ത് ചെയ്ത് പരിഹസിച്ചു പറഞ്ഞപ്പോ അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. പത്രോസിന്റെ ലൈഫിലോട്ട് പോന്നെ, പത്രോസിന്റെ ജീവിതം നമ്മൾ നോക്കിയാല് യേശു കർത്താവിന്റെ കൂടെ നിന്ന് യേശു കർത്താവിന്റെ സകല അത്ഭുതങ്ങളും കണ്ട മനുഷ്യൻ യേശു കർത്താവിനെ ക്രൂശീകരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോ യേശുവിന്റെ പുറകെ എന്താകും, അവസാനം എന്താകും എന്ന് കാണാൻ എന്ത് ചെയ്തു, ഈ പത്രോസ് കൂടെ പോകുമ്പോ ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്ത് ഒരു ജോലിക്കാരത്തെ സ്ത്രീ നിൽക്കുന്നുണ്ട്. അവള് ചോദിച്ചു, നീ ആ യേശുവിന്റെ കൂടെ ഉള്ളതല്ലേ? അവള് പറഞ്ഞു. അപ്പൊ ഉടനെ പത്രോസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തേ ഇല്ല. അങ്ങനെ എത്ര പ്രാവശ്യം? 3 ഇടങ്ങളിലായിട്ട് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ പത്രോസ് ഇങ്ങനെയായിരുന്നു യേശുവിന്റെ കൂടെ പറഞ്ഞത്, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല കർത്താവ് എന്ന് പറഞ്ഞ പത്രോസ് ആ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുമ്പോ ആ വെറും ഒരു ജോലിക്കാരി പെണ്ണിന്റെ മുമ്പിൽ അവരെന്ത് ചെയ്ത്, ഈ യേശുവിനെ എനിക്ക് അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞ യേശുവിനെ എന്ത് ചെയ്ത് തള്ളിപ്പറഞ്ഞു. അങ്ങനെ 3 സ്ഥാനങ്ങളിൽ അവൻ എന്ത് ചെയ്ത് തള്ളിപ്പറഞ്ഞു. ആ 3 ഇടങ്ങളിൽ അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള 3 ഇടങ്ങളിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പൊ നോക്കിയേ, പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്ന് ആ ശക്തി അവന്റെ മേൽ വന്നപ്പോ ഇവിടെ വചനം വായിക്കുകയാണ്. എന്താണ് പത്രോസ് 11 പേരോടും കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. ആ പറഞ്ഞത് നിങ്ങൾ വായിക്കണം, ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം.
ഒരു അധികാരമുള്ളവനെ പോലെ. ആ താഴോട്ടൊക്കെ വായിക്കും പറയാം, നിങ്ങൾ ക്രൂശിച്ച യേശു. അത്രയും ധൈര്യത്തോടുകൂടെ അല്ലെ, വളരെ ശക്തിയോടുകൂടെ. അവന് ഞാൻ നമ്മുടെ ശബ്ദം പോകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണം അല്ലെ. പല ദേവദാസന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ചർച്ചിന്റെ മൂലയിൽ ഒന്ന് ശബ്ദമൊന്നും ഇല്ലാതെ മിണ്ടാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരുന്ന് എന്നെ ദൈവം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇത്രയും ശബ്ദത്തോടെ സംസാരിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നു. നമ്മുടെ ശബ്ദം ഉറച്ച് നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ, ഉറച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അവൻ എഴുന്നേറ്റ് നിന്ന് അധികാരമുള്ളവനെ പോലെ, ആര് കൊന്നോ അവരെ നോക്കി നിങ്ങളാണ് ഈ യേശുവിനെ കൊന്നത് എന്ന് പറഞ്ഞ്, അതിന്റെ 24-ാമത്തെ വാക്യം, നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എഴുന്നേറ്റ് നിന്ന് ഇത്രയും വലിയൊരു പ്രസംഗം, എന്നിട്ട് ഇത്രയും ധൈര്യത്തോടു കൂടെ എങ്ങനെ പ്രസംഗിക്കാനായിട്ട് കഴിഞ്ഞു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്റെ മേൽ വന്നപ്പോ. ഞാൻ പറഞ്ഞ നമുക്കെന്നാ നമ്മുടെ പുറത്തിറങ്ങിയിട്ട് ഈ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അവനാണ് ജീവനുള്ള ദൈവം, അവനാണ് പാപികളായ സകല മനുഷ്യർക്കും വേണ്ടി മരിക്കപ്പെട്ടത്, അവനാണ് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയാൻ നമുക്ക് ധൈര്യം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂടാതെ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സാക്ഷ്യം പറയാം അല്ലേ, നമ്മുടെ സാക്ഷ്യം പറയാം. എനിക്ക് രോഗസൗഖ്യം തന്നെന്ന് നമുക്ക് പറയാം, എന്നെ കടഭാരത്തിൽ നിന്ന് മാറ്റിയെന്ന് നമുക്ക് പറയാം. അതല്ല സുവിശേഷം. സുവിശേഷം അതല്ല. സുവിശേഷം എന്താണ്? നിങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതെന്നും, അല്ലെ നിങ്ങളുടെ സകല പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തെന്നും ഇത് ധൈര്യമായിട്ട് പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് പത്രോസ് അവിടെ ആരെയും മുഖമൊന്നും നോക്കിയില്ല. അവിടെ പലരും ഉണ്ടായിരുന്നു, ആരുടെ മുഖം നോക്കിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോ അവൻ ശക്തി ലഭിച്ചു. അതിധൈര്യത്തോടെ പ്രസംഗിക്കാൻ അവന് ദൈവം കൃപ കൊടുത്തു. പത്രോസ് ദൈവാലയത്തിലോട്ട് കടന്നപ്പോ അമ്മയുടെ ഗർഭം മുതൽ, അല്ലെങ്കിൽ ജന്മനാ മുടന്തനായ ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്ത്, ആ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ ഫ്രണ്ടിൽ അവനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഭിക്ഷ യാചിക്കാനായിട്ട് ഇരുത്തുമായിരുന്നു. അവൻ എന്ത് ചെയ്തു? ഇവര് കയറി പോയപ്പോ ഭിക്ഷ യാചിച്ചപ്പോ പത്രോസ് എഴുന്നേറ്റ് പറയാണ്, എന്റെ കയ്യിൽ എന്തില്ല, വെള്ളിയും പൊന്നും ഒന്നും എനിക്ക് തരാനില്ല, പക്ഷെ എന്റെ കയ്യിൽ എന്തുണ്ട്, ഉള്ളത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ ആരാ? യേശുക്രിസ്തുവിന്റെ നാമം അവന്റെ മേല് ഉണ്ട്. ആ നാമത്തിൽ അവനെ എണീപ്പിച്ച് അവൻ സുഖമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയ? യേശു കർത്താവിന്റെ കൂടെ നടന്നു, തള്ളിയെല്ലാം പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇപ്പൊ അവൻ പറയാണ്, യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമം നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോ അവൻ എന്ത് ചെയ്ത്? എങ്ങനെ അത് ചെയ്യാൻ പറ്റി? ഒന്ന്, അവനത് ചെയ്യുന്നതിന് മുമ്പ് അവൻ വിശ്വസിക്കണം, ഇവൻ ഇവിടെ നിന്ന് എഴുന്നേക്കുമെന്ന്. നമ്മൾ മനുഷ്യനറിയാം, ഏത് ജനത്തിന്റെ മുമ്പിൽ ഞാൻ ഇവിടെ പറയുമ്പോ ഇവൻ എഴുന്നേക്കുമെന്ന്. അതായിരുന്നു അവന്റെ ഉള്ളിലെ വിശ്വാസം. ആ വിശ്വാസത്തോടെ എന്ത് ചെയ്ത്? എങ്ങനെ വന്നു ഈ പത്രോസിന് ഇത്? അവൻ കാത്തിരുന്നപ്പോഴാ. അവന്റെ ഉള്ളില് കാത്തിരിപ്പ് അവന്റെ വിശ്വാസത്തെ എന്ത് ചെയ്ത്? വർദ്ധിപ്പിച്ചു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ കഴിവിനാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. നമ്മൾ ഇന്ന് പലതും നമ്മൾ പറയുന്നത് അല്ലെ, മല മാറിപ്പോട്ടെ, കർത്താവേ നിന്റെ വചനം അങ്ങനെ, ഇതെല്ലാം എവിടെ ഇരിക്കുന്നറിയാം? നമ്മുടെ വായിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്, നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല. വായ കൊണ്ട് നമ്മൾ വെറുതെ വായ കൊണ്ട് പറയുന്നു, വിശ്വസിച്ചുകൊണ്ട്. അതാ പറഞ്ഞ ആ വാക്യത്തിൽ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മലയോട് മാറിപ്പോകാൻ കൽപ്പിച്ചു. അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കേൾവിയുണ്ട്, നമ്മുടെ വായുണ്ട്. പക്ഷെ ഇതിനകത്തോട്ട് നമ്മൾ എത്ര പോകുന്നു എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും ദൈവം മാറത്തില്ല. ദൈവം പറഞ്ഞല്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത് മാറിപ്പോട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗം മാറിപ്പോട്ടെ. പിറ്റേ ദിവസം നമ്മൾ കാണുമ്പോഴത്തേ ആ ആൾക്ക് രോഗമുണ്ട്. ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം, എന്റെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റും. അവസാനം ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്താണ്? ദൈവമേ, ഞാൻ നടക്കുന്ന ഈ വഴി ശരിയായ വഴിയാണോ എന്നറിയാൻ എനിക്ക് ആര് വേണം? സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. കാരണം പഴയ നിയമത്തിൽ ഓരോ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നടക്കുമ്പോൾ വഴി ഇതാകുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഉണ്ടല്ലേ. ആ ശബ്ദം ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ഓരോ ചുവട് വെക്കുമ്പോഴും ദൈവമേ ഞാൻ ഇത് ചെയ്യണോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തരണം, എന്താണ് ഇത് ചെയ്യണോ വേണ്ടേന്ന്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തരുമോ?
അറിയിക്കണം ദൈവത്തിന്. കർത്താവേ, ഞാന് സത്യത്തിന്റെ ആത്മാവിനെ എനിക്ക് തരണം. എനിക്ക് ഞാൻ വെക്കുന്ന ഓരോ ചുവടും ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് വേണം അപ്പ. പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് വേണം അപ്പ. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സകലവും എന്ത് ചെയ്യും? തെറ്റിപ്പോവും. ഇന്ന് എന്റെ ജീവിതത്തിൽ എന്റെ തലയിലുള്ള സകല പ്രശ്നത്തിന്റെയും കാരണങ്ങൾ എന്താണ്? സത്യത്തിന്റെ ആത്മാവ് എന്റെ കൂടെ ഇല്ലാതിരുന്നപ്പോ ഞാൻ എടുത്ത തീരുമാനങ്ങളിലാണ് ഇന്ന് അനേക പ്രശ്നങ്ങൾ ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്. ഞാനിന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ പറ്റും. ഇന്ന് മറ്റെല്ലാ വിഷയങ്ങളെ മാറ്റി വെച്ചിട്ട് ഈ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദൈവമേ, നിങ്ങളുടെ കടം മാറാനായിട്ടല്ല, നമ്മുടെ രോഗം മാറാനായിട്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒന്ന്, കർത്താവേ, എനിക്ക് എൻ്റെ വീട്ടില്, എൻ്റെ ചുറ്റുപാട്, എന്നെ ആക്കിയിരുന്ന സകല സ്ഥലത്തും എനിക്ക് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ അപ്പ. 2, ദൈവമേ, ഞാൻ എവിടെ പോയാലും നിന്റെ വചനത്തെ എനിക്ക് ധൈര്യത്തോടെ, നീയാണ് യേശു കർത്താവ്, നിന്നിലൂടെ അല്ലാതെ മറ്റൊരുത്തനിൽ രക്ഷയില്ലാന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ അപ്പ. 3, എൻ്റെ വിശ്വാസം, എനിക്ക് പലപ്പോഴും എനിക്ക് വിശ്വാസത്തിന്റെ അളവ് കുറവാണ്. എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ അപ്പ. 4, കർത്താവേ, ഞാൻ നടക്കേണ്ടുന്ന വഴി ഏതെന്ന് എനിക്കറിയത്തില്ല അപ്പ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോണം. അവിടെ എനിക്ക് ഓരോ ചുവട് വെക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ അപ്പ. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ മറ്റെല്ലാം മാറ്റി വെച്ചു. കാരണം ഇത് നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം അതിന്റെ കൂടെ വരും. ഇതിന് ഈ 4 പ്രാർത്ഥന, ഈ 4 വിഷയങ്ങളുടെ മേൽ നമ്മൾ പ്രാർത്ഥിച്ചാല് ബാക്കി എല്ലാ വിഷയങ്ങളുടെയും ഉത്തരങ്ങൾ അതിന്റെ കൂടെ നമുക്ക് ലഭിക്കും.